സൗഹൃദം വോട്ടായി മാറും. ജാതിമതഭേദമന്യേ വോട്ടുകൾ ഉറപ്പാക്കാൻ കൃഷ്ണകുമാർ. ജാതിമതഭേദമന്യേ വോട്ടുകൾ ഉറപ്പാക്കിക്കൊണ്ടായിരുന്നു പാലക്കാട് നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിൻ്റെ പര്യടനം. ഗൃഹസന്ദർശനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന കൃഷ്ണകുമാർ ജാതിമത നേതാക്കളെ കണ്ട് വോട്ട് ഉറപ്പാക്കുകയായിരുന്നു. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് കൃഷ്ണകുമാറിന് മണ്ഡലത്തിൽ വിശാലമായ സൗഹൃദ വലയമുണ്ട്. മുസ്ലിം ക്രിസ്ത്യൻ മത നേതാക്കൾക്കിടയിൽ കൃഷ്ണകുമാറിന് മികച്ച സ്വീകാര്യതയുണ്ട്. ഇത് വോട്ടായി മാറുമെന്നാണ് കൃഷ്ണകുമാറിൻ്റെ പ്രതീക്ഷ. കല്ലേപ്പുള്ളി സെൻറ് മേരീസ് ചർച്ച് സന്ദർശനത്തോടെയായിരുന്നു പര്യടനത്തിൻ്റെ തുടക്കം. വിശ്വാസി സമൂഹവുമായി സംവദിച്ച കൃഷ്ണകുമാർ പള്ളി വികാരിമാരായ ഫാദർ അൽജോ, ഫാദർ സജി എന്നിവരുടെ അനുഗ്രഹവും തേടി. തുടർന്ന് CSI റോബിൻസൺ ചർച്ചും സന്ദർശിച്ചു. പാലക്കാട് മാർത്തോമ പള്ളിയിലെത്തിയ സ്ഥാനാർത്ഥി വികാരി ഫാദർ ജിനു എബ്രഹാമിനെ കണ്ടും പിന്തുണ തേടി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കേരള ചെട്ടി മഹാസഭയുടെ പിന്തുണ NDAക്ക്. പാലക്കാട് തിരുനെല്ലായിൽ ചേർന്ന ജില്ലാ പൊതുയോഗമാണ് ഐക്യകണ്ഠേന NDAക്ക് പിന്തുണ നൽകാൻ തീരുമാനിച്ചത്. കേരള ചെട്ടി സമുദായം നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എക്കാലത്തും NDAയും സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറും ഒപ്പം നിന്നിട്ടുണ്ടെന്നും സമുദായത്തെ OBC പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതടക്കമുള്ള വിഷയങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് NDA അറിയിച്ചതായും സംഘടനാ നേതാക്കൾ. പാലക്കാട് ജില്ലയിൽ 20,000-നും 25,000-നും ഇടയിൽ അംഗങ്ങൾ സമുദായത്തിന് ഉള്ളതായും സംസ്ഥാന പ്രസിഡന്റ് വൈദ്യനാഥൻ പിള്ള അഭിപ്രായപ്പെട്ടു. പൊതുയോഗത്തിൽ NDA സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാർ സംബന്ധിച്ചു. ജില്ലാ പ്രസിഡന്റ് K വീരപ്പൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി നാരായണൻ അണ്ണക്കോടും സംസാരിച്ചു. NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന് തിരഞ്ഞെടുപ്പ് പര്യടനത്തിനിടെ വിവാഹവേദിയിൽ ജൈവിളികളുമായി വരവേൽപ്പും. കൊടുന്തിരിപ്പുള്ളി സ്വദേശി KV പത്മനാഭൻ്റെയും പാർവതി പത്മനാഭൻ്റെയും മകൾ ശ്രീരഞ്ജിനിയും KS നാരായണസ്വാമിയുടെയും പാർവതി നാരായണസ്വാമിയുടെയും മകൻ സുബ്രഹ്മണിയും തമ്മിലുള്ള വിവാഹ ചടങ്ങിന് ആശംസകളുമായി സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാർ എത്തിയപ്പോഴാണ് ഭാരത് മാതാ കി ജയ് വിളികളുമായി ബന്ധുക്കൾ വരവേറ്റത്. പാലക്കാട് വടക്കുംതറയിലെ അശ്വതി കല്യാണ മണ്ഡപത്തിലായിരുന്നു വിവാഹം. പാലക്കാടിൻ്റെ മണ്ണിൽ BJP പതാക, താമരയുടെ പതാക ഉയർത്തുമോ NDA കൃഷ്ണകുമാർ? കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും മതസൗഹാർദ്ദത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന കൃഷ്ണകുമാർ പാലക്കാട് ജില്ല കൈപ്പിടിയിൽ ഒതുക്കുമോ, താമര വിരിയിക്കുമോ എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. പാലക്കാട് ജില്ലയിലുള്ളവർ മാത്രമല്ല, കേരളത്തിലെ മലയാളികൾ മാത്രമല്ല, ആഗോളതലത്തിലെ മലയാളികളും ഉറ്റുനോക്കുന്ന മണ്ഡലം ആണ് എന്തായാലും പാലക്കാടിൽ മുട്ടി ജയിച്ചു എന്ന് വന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു സുരേന്ദ്രൻ്റെ സമയത്ത്. സുരേന്ദ്രൻ മത്സരിച്ച സമയത്ത് ഏതാണ്ട് 100-ൽ താഴെയുള്ള വോട്ടുകൾക്ക് വിജയപ്രതീക്ഷ പുലർത്തിയ ഒരു മണ്ഡലം കൂടെയാണ് പാലക്കാട്. എന്തായാലും ആ ക്ഷീണം, താമരയുടെ ക്ഷീണം കൃഷ്ണകുമാർ തീർക്കുമോ, അതോ UDF ആണോ വരിക, അതോ LDF ആണോ? എന്തായാലും പ്രതീക്ഷകൾക്ക് ഒരുപാട് സീമകൾ ഇല്ലാത്തത് കൊണ്ട് ആർക്കും പ്രതീക്ഷിക്കാം. എന്തായാലും ഇലക്ഷൻ വരട്ടെ, കഴിയട്ടെ, റിസൾട്ട് അറിയാം. താമര വിരിയുമോ, കൈപ്പത്തി വീശുമോ, അതോ LDF വരുമോ? എന്തായാലും ഇലക്ഷൻ അതികെങ്കേമം തന്നെ. കാത്തിരുന്ന് കാണാം റിസൾട്ട്. എന്തായാലും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി എപ്പോഴും നിങ്ങളോടൊപ്പം നിങ്ങളെ പ്രിയപ്പെട്ട ഇഫക്റ്റ് ന്യൂസ്.